പാലക്കാട് ഷൊർണൂരിലെ കൊച്ചിൻ പാലത്തിനു സമീപം വിവേകാനന്ദ പ്രതിമയും പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി 10 വർഷമായിട്ടും പൂർത്തിയായില്ല. പ്രതിമ സ്ഥാപിക്കുന്ന വിഷയത്തിൽ കരാറുകാരനും നഗരസഭയും തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധിയായത്. നഗരസഭയുടെ താൽപര്യമില്ലായ്മയാണ് പ്രതിമ ഇനിയും സ്ഥാപിക്കാതിരിക്കുന്നതിന് കാരണമെന്നാണ് BJP ആരോപിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റ ഷൊർണൂരിൽ വിവേകാനന്ദ പ്രതിമയും പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് 10 വർഷത്തിലേറെ പഴക്കമുണ്ട്. പ്രതിമയുടെ മോൾഡിംഗ് പൂർത്തിയായെങ്കിലും അന്തിമ രൂപത്തിന് നഗരസഭ അനുമതി നൽകിയിട്ടില്ല. 24 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. 12 ലക്ഷം രൂപ കരാറുകാരന് നൽകിയിട്ടുണ്ട്. നഗരസഭ അനുവദിച്ച തുക തിരികെ നൽകണമെന്ന് കാട്ടി നഗരസഭ കരാറുകാരന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് കാട്ടി കരാറുകാരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നഗരസഭയ്ക്ക് വിവേകാനന്ദ പ്രതിമ നിർമ്മിക്കാനുള്ള താല്പര്യമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് BJP ആരോപിച്ചു. പതിറ്റാണ്ടുകളുടെ പഴക്കമാണ്. 10 വർഷത്തിലധികമായി ഷൊർണൂരിൽ വിവേകാനന്ദൻ്റെ പ്രതിമയും അതിനോട് ചേർന്ന് ഒരു പാർക്കും പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 25 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ ഭാഗമായി കരാറുകാരനെ ഏൽപ്പിക്കുകയും ഏതാണ്ട് 12.5 ലക്ഷം രൂപ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ കരാറുകാരന് കൊടുക്കുകയും ചെയ്തു. ഇന്ന് ആ പ്രതിമ നിർമ്മിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വിവേകാനന്ദനെ അപമാനിക്കുന്ന രീതിയിൽ അവിടെ 2 കല്ല് ഇട്ട് അതിൻ്റെ മേലൊരു സ്ലാബ് പണിത് വെച്ചിരിക്കുകയാണ്. എന്നാൽ കരാറുകാരനുമായുള്ള പ്രശ്നത്തിൽ കോടതിയിൽ നഗരസഭയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നുമാണ് നഗരസഭ പറയുന്നത്. 6 അടി ഉയരത്തിലുള്ള പീഠത്തിൽ 7.5 അടി ഉയരത്തിൽ വെങ്കല പ്രതിമയും 14 അടി ഉയരമുള്ള ഗോപുരവും ഉണ്ടാക്കുന്നതിനാണ് പദ്ധതിയിട്ടിരുന്നത്. ജനം, പാലക്കാട്.